ഒരു കാര്യം മാത്രം നിങ്ങൾ കോൺഗ്രസുകാരെ ഓർമ്മിപ്പിച്ചാൽ മതി. ഇനി കേരളത്തിന്റെ ചരിത്രത്തിൽ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഇല്ല എന്നുള്ള സത്യം നിങ്ങൾ അംഗീകരിച്ചാൽ മതി. കോൺഗ്രസിന് ഇനി ഒരു മുഖ്യമന്ത്രി ഇല്ല കേരളത്തിൽ. നിങ്ങൾക്ക് കേരളത്തിലെ ഭരണം തരാൻ കേരളത്തിലെ ജനങ്ങൾ സന്നദ്ധമല്ല. എന്തുകൊണ്ട്? ആരെയാ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ട് വെറുതെ ഒന്ന് വിചാരിക്കേണ്ടത്? ഒരു സെക്കൻഡ് നേരത്തേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശനെ സങ്കല്പിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ വിദ്വാനെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾക്കൊന്ന് വിചാരിക്കാൻ പറ്റുമോ? രമേശ് ചെന്നിത്തല കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾക്കൊന്ന് വിചാരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് റെഡ് അലർട്ട്, ഞാനാണിനി ഇവിടെ എന്ന് പറഞ്ഞ് കെ.സി. വേണുഗോപാൽ വരുന്നുണ്ട്. ചിന്തിക്കാൻ പറ്റുമോ ഇവരൊക്കെ കേരളത്തിന് മുഖ്യമന്ത്രിയാവുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടാണ്. ഈ ഇരിക്കുന്ന LDF ജനാധിപത്യ മുന്നണി ഒരു ശരീരമാണ്, ഒരു മനസ്സാണ്, ഒരു ലക്ഷ്യമാണ്. ഞങ്ങളെ ഈ കേരളത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരും. ആ ടീമിന് നേതൃത്വം കൊടുക്കുക സഖാവ് പിണറായി വിജയൻ തന്നെ ആയിരിക്കും. നിങ്ങൾക്കതിന് സംശയം ഉണ്ടാവണ്ട. അവരിങ്ങനെ ചോദിക്കേണ്ട ആരായിരിക്കും എന്നൊക്കെ. ഞാൻ പറയണു, പിണറായി തന്നെ ആയിരിക്കും നയിക്കുക. നിങ്ങൾ സംശയിക്കണ്ട. പിണറായി നയിക്കും, ജയിക്കും. അതിലൊരാൾക്കും ഒരു സംശയം ഉണ്ടാവണ്ട. നിങ്ങൾ തോൽക്കാൻ വിധിക്കപ്പെട്ടവരാ. അതാ ഞാൻ കോൺഗ്രസിനോട് പറയണത്, ഇനി കേരളത്തിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി നിങ്ങൾ സ്വപ്നം കാണണ്ട. നിങ്ങളുടെ കഴിഞ്ഞു, കഥ കഴിഞ്ഞു. അതാണ് ഇവർക്ക് ഈ ഭ്രാന്ത്. അവരെ അനുകൂലിക്കുന്ന മനോരമ, മാതൃഭൂമി എല്ലാ ദിവസവും എഴുതിക്കൊണ്ടിരിക്കുക. അതിലൊന്നും നിങ്ങൾ പെടണ്ടോ. ഇതിലും വലിയ നുണപ്രചരണ 2020-21 നടത്തിയത്. നമ്മൾ അതിനേക്ക് അതിജീവിച്ചിട്ടാ 99 സീറ്റിൽ ജയിച്ച്. നിങ്ങളുടെ നുണകളൊക്കെ ഒന്നും ഒരു വിലയും കിട്ടാൻ പോകുന്നില്ല. എന്തൊക്കെ നുണകളാ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി 4 മാസേ തെരഞ്ഞെടുപ്പിലേക്കുള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. LDFന്റെ പ്രവർത്തകരോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഊണിലും ഉറക്കത്തിലും നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. കടമന്നീട്ടയുടെ കവിത പറഞ്ഞതുപോലെ കണ്ണു വേണം ഇരുപുറം, മുമ്പിലും വേണം പിന്നിലും വേണം. കണ്ണു വേണം, ഉൾക്കണ്ണ് വേണം. ഇവരെന്തൊക്കെയായി അധികാരം പിടിക്കാൻ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. എന്തും ചെയ്യും അധികാരം പിടിക്കാൻ. 2020 ഇതുപോലെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പും തുടർച്ചയായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്ന കാലത്താണ് ബിരിയാണി ചെമ്പിൽ മുഖ്യമന്ത്രി സ്വർണം കടത്തി, ഈത്തപ്പഴത്തിന്റെ കുരുവിൽ സ്വർണം കടത്തി, ഖുറാന്റെ ഉള്ളിൽ സ്വർണം കടത്തി. എവിടെ പോയി ഇപ്പൊ കേസൊക്കെ? എന്തായിരുന്നു ചർച്ച? അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടാണ് LDFനെ പഞ്ചായത്തിലും നിയമസഭയിലും വിജയിപ്പിച്ചത്. അതോടെ അത് പോയി. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പൊ വീണ്ടും ഇറങ്ങി. ശബരിമലയിലത്തെ കട്ട്ളപ്പടിയിലെ സ്വർണം പൂശിയത് കാണാനില്ല. ഇപ്പൊ തന്നെ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJPക്ക് ലോക്സഭയിൽ വലിയ ഭൂരിപക്ഷമുണ്ടെങ്കിലും ആകെ വോട്ടർമാരിൽ 39% ജനങ്ങളുടെ പിന്തുണ മാത്രമേ ഉള്ളൂ. 39% ജനങ്ങളുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 61% ജനങ്ങൾ ഇവർക്ക് എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. 61% ജനങ്ങളുടെ എതിർപ്പുള്ള ഒരു പാർട്ടി എതിരായി വോട്ട് ചെയ്ത 61% ജനങ്ങളെ അടക്കി ഭരിക്കുന്നു. ഇതാണ് നമ്മുടെ RP ആക്ടിന്റെ ഏറ്റവും വലിയ പരിമിതി. പിന്നെ ഇത് ഉണ്ടാക്കുന്ന കാലം മുതൽ തന്നെ ഇടതുപക്ഷം ആവശ്യപ്പെടാൻ തുടങ്ങി. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അന്ന് ഭരണഘടന ഉണ്ടാക്കുന്ന കാലത്ത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആവശ്യപ്പെട്ടിരുന്നു, ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ മാത്രം അവകാശം കൊടുത്താൽ പോരാ. അവരുടെ വോട്ട് ലഭിച്ചതിന് ശേഷം വാഗ്ദാനങ്ങൾ ലംഘിക്കുകയും ജനവിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ വോട്ട് റദ്ദാക്കാനുള്ള അവകാശം കൂടി വോട്ടർക്ക് ഉണ്ടാവണം. ഇപ്പൊ നമുക്കതില്ല. ഈ 5 മാസത്തിനിടയിൽ കേരളത്തിലും ഈ SIR നടപ്പാക്കും. കേരളത്തിൽ മാത്രമല്ല, ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആ വിധത്തിൽ തോന്നിവാസങ്ങൾ നടന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളം, കളി ഞങ്ങൾ പഠിപ്പിക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്താനാണ് ഇന്ന് 140 അസംബ്ലി മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിധത്തിലുള്ള പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനെയാണ് BJP സർക്കാരിന്റെ കീഴിൽ ഗവൺമെന്റിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഡിപ്പാർട്ട്മെന്റ് പോലെയായി, ഗവൺമെന്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റ് പോലെയായി ഇലക്ഷൻ കമ്മീഷനെ ഇവർ അധപ്പതിപ്പിച്ചു. അതിന്റെ അവസാനത്തെ ഒരു ദൃശ്യമായിട്ടുള്ള തെളിവാണ്
ഇപ്പോൾ നടക്കാൻ പോകുന്ന നവംബർ മാസത്തിൽ 3 ഘട്ടങ്ങളിലായിട്ട് നടക്കാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ 68 ലക്ഷം വോട്ടർമാരെ ഒറ്റയടിക്ക് ഇലക്ഷൻ കമ്മീഷൻ ഒഴിവാക്കി. അതിന് ഇലക്ഷൻ കമ്മീഷൻ ഒരു പേര് പറഞ്ഞു, SIR. അതായത് ഇതിന്റെ ഒരു സൂക്ഷ്മ പരിശോധന. ആ ഒരു സൂക്ഷ്മ പരിശോധന സ്പെഷ്യൽ ഇന്റൻസീവ് വെരിഫിക്കേഷൻ, അതായത് സ്ക്രൂട്ടനി, അത് നടത്തുക. അതാണ് SIR എന്ന് പറഞ്ഞിട്ടുള്ളത്. റിവ്യൂ, സ്പെഷ്യൽ ഇന്റൻസീവ് റിവ്യൂ, അതാണ് SIR. മലയാളത്തിൽ പറഞ്ഞാൽ സമഗ്രമായിട്ടുള്ള സൂക്ഷ്മ പരിശോധന നടത്തുക ഇലക്ടറൽ റോളിൽ, പട്ടികയിൽ. എന്നിട്ട് ഇഷ്ടമില്ലാത്തവരൊക്കെ ഒഴിവാക്കുക. ഒരു സംസ്ഥാനത്ത് ഒറ്റയടിക്ക് SIR നടപ്പിലാക്കിയപ്പോ ബീഹാർ സംസ്ഥാനത്ത് 68 ലക്ഷം വോട്ടർമാർക്ക് വോട്ടില്ലാതെയായത്. കേസ് പോയി സുപ്രീം കോർട്ടിൽ. ആശ്രയിക്കാൻ ഇന്ത്യ രാജ്യത്ത് ഭരണഘടനയ്ക്കോ നിയമാവലിക്കോ വെല്ലുവിളി നേരിട്ടാൽ ആശ്രയിക്കാൻ ഇപ്പോഴും പറ്റുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണ്. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ പോയി, വ്യക്തികൾ പോയി, ഇങ്ങനെയൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത്, സുതാര്യമല്ല അവരുടെ നീക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു. സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഇവരെയൊക്കെ ഒഴിവാക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു. സുപ്രീം കോടതിയോട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞെന്താണെന്നറിയോ? സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടത്താൻ ഭരണഘടന ഏൽപ്പിച്ചിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ ചീഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, അതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിപീഠം, അവരോട് ഇവർ പറഞ്ഞെന്താണെന്നറിയോ? അത് രഹസ്യമാണ്, അത് നിങ്ങളോട് പറയാൻ പറ്റില്ല. ആലോചിച്ച് നോക്കണം. പിന്നെന്ത് സുതാര്യ ഈ രാജ്യത്ത്? സുപ്രീം കോടതിയോട് പോലും ഈ 68 ലക്ഷം ജനങ്ങളെ എന്തിനാണ് ഒഴിവാക്കിയത് എന്ന് സുപ്രീം കോടതിയോട് പോലും പറയാൻ പറ്റില്ല. അത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു സ്വകാര്യമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് സുതാര്യമല്ലല്ലോ. സുപ്രീം കോടതി അപ്പൊ സ്വരം കടുപ്പിച്ചു. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങളുടെ യജമാനൻ ഭരണഘടന മാത്രമാണ്. ഭരണഘടനയുടെ മുകളിലുള്ള യജമാനന്മാരുടെ കൂടെ നിങ്ങൾ പോയാൽ ഭരണഘടനാപരമായിട്ടുള്ള നടപടി സുപ്രീം കോടതിക്ക് എടുപ്പിക്കേണ്ടി വരും. ആ ഒരു നടപടിയിലേക്ക് ഞങ്ങളെ എത്തിക്കണ്ട, അപ്പോ ഞങ്ങൾ ഒന്നും കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞു സുപ്രീം കോടതിയോട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. എന്ന് പറഞ്ഞു, ഇവർക്ക് മരിച്ചുപോയവരാണ് എന്ന് പറഞ്ഞു. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു, മരിച്ചുപോയവരുടെ പേര് നിങ്ങൾ പ്രസിദ്ധീകരിക്കുക. നിങ്ങൾക്ക് സാധിക്കുമല്ലോ. ബൂത്ത് തലത്തിൽ നിങ്ങൾക്ക് BLOമാരുണ്ട്, എല്ലാ ബൂത്തിലും BLOമാരുണ്ട്. അതിന് മുകളിൽ മോണിറ്ററിംഗ് ഓഫീസേഴ്സ് ഉണ്ട്, സൂപ്പർവൈസിംഗ് ഓഫീസേഴ്സ് ഉണ്ട്. ജില്ലാ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിക്ട് ഇലക്ടർ ഓഫീസർമാരുണ്ട്, സംസ്ഥാന തലത്തിൽ ചീഫ് ഇലക്ടർ ഓഫീസർമാരുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഉൾപ്പെടുന്നല്ലേ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഉദ്യോഗസ്ഥർ. അപ്പൊ നിങ്ങൾ സൂക്ഷ്മതലത്തിൽ ബൂത്ത് തലത്തിൽ നോക്കിയിട്ട് മരിച്ചുപോയവരുടെ പേര് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു. അപ്പോ സുപ്രീം കോടതിയോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. സുപ്രീം കോടതി തിരിച്ചിട്ടാണ് ചോദിച്ചത്, ഇനി എന്തിനാ സമയം? നിങ്ങൾ ഫൈനലായിട്ട് പട്ടിക പ്രസിദ്ധീകരിച്ചില്ലേ? നിങ്ങൾ പറയുന്നത് അവർക്ക് മരിച്ചുപോയവരാണെന്ന്. മരിച്ചുപോയവരുടെ പേര് ബൂത്ത് തലത്തിൽ പ്രസിദ്ധീകരിക്കാൻ നിങ്ങൾക്ക് എന്താ തടസ്സം? ഒരു സമയം വേണം എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചപ്പോ ഭാഗികമായി മരിച്ചവരുടെ കുറച്ച് ആൾക്കാരുടെ പേര്, മുഴുവല്ല, കുറച്ച് ആൾക്കാരുടെ പേര് പ്രസിദ്ധപ്പെടുത്തി. അപ്പോ ഓരോരുത്തരും വന്നിട്ട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കണ്ടേ? സുപ്രീം കോടതി തന്നെ കുറച്ച് ആൾക്കാർ നേരിട്ട് പോയി, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, ഇനി അതിന് എന്ത് തെളിവാ കോടതിക്ക് വേണ്ടത്? എല്ലാ രേഖയോടും കൂടിയിട്ടാ വന്നത്. ഈ പേരുള്ള ഞാൻ തന്നെയാണ്, അതിനുള്ള രേഖയാണ് ഇത്. ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ളത് സുപ്രീം കോടതിക്ക് ബോധ്യമാക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു, ബോധ്യായി. ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞു, ഇവരെയൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ രാജ്യത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുകയാണ്. ഇതിപ്പോ ബീഹാറിൽ മാത്രമല്ല, നിങ്ങൾ ആലോചിക്കണം. മാർച്ച് മാസത്തിൽ 5 സംസ്ഥാനത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഒന്നുകിൽ ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് മാസം ആദ്യം ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അതിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അതിൽ ഒരു സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ്. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പോണ്ടിച്ചേരി, ആസാം, 5 സംസ്ഥാനങ്ങളിൽ ഒപ്പം തെരഞ്ഞെടുപ്പ് നടക്കണം. ഏപ്രിൽ തെരഞ്ഞെടുപ്പ് നടക്കണം. മെയ് മാസത്തിൽ നിയമസഭകൾ നിലവിൽ വരണം. അപ്പോ ഈ 5 സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഞങ്ങള് ഈ തോന്നിയാസം ചെയ്യും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും അവർ SIR നടപ്പാക്കാൻ പോവുകയാണ്. നോക്കണം നിങ്ങള്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവ്യൂ,
ഇത് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അവർക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഒഴിവാക്കാം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക, അതാണ് ലക്ഷ്യം. ബീഹാറിൽ ഈ 68 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയതിൽ പലരും അതിൽ ഗവേഷണം നടത്തി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പുറമെ സ്വതന്ത്ര ഏജൻസികൾ അതിൽ ഗവേഷണം നടത്തി. തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഏജൻസികളുണ്ട് നമ്മുടെ രാജ്യത്ത്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, വിദേശത്തുമുണ്ട്. ആ ഏജൻസികൾ ഈ ഒഴിവാക്കപ്പെട്ടവരെ കുറിച്ച് ബീഹാറിൽ ഒരു പരിശോധന നടത്തി നോക്കിയപ്പോൾ ഒഴിവാക്കപ്പെട്ടവരിൽ ഏതാണ്ട് 70% ആ സംസ്ഥാനത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടവർ, പട്ടികജാതിക്കാർ, അതിദരിദ്രർ, പിന്നോക്കക്കാർ, ഇവരെയാണ് ഈ 68 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയതിൽ ഉൾപ്പെടുത്തിയത്. ഇതിന് പിന്നിലുള്ള താൽപര്യം ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പരിശ്രമിച്ച് നടപ്പാക്കാൻ പരാജിതരായി നിൽക്കുന്ന പൌരത്വ ഭേദഗതി നിയമം ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ ഉപയോഗിച്ച് വളഞ്ഞ വഴിയിൽ കൂടി നടപ്പാക്കാനാണ് ഇവർ പരിശ്രമിക്കുന്നത്. ഇതിനെ ചെറുക്കണം. ഇതിനെ ചെറുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഗംഭീരമായിട്ടുള്ള ജനാധിപത്യമൊന്നും നിലവിലില്ല ഇപ്പോഴും നമ്മുടെ രാജ്യത്ത്. റിപ്പബ്ലിക്കായിട്ട് 75 കൊല്ലമൊക്കെ കഴിഞ്ഞു. എന്നാൽ ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമല്ല ഇന്ത്യ. ചിലരൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ അവകാശപ്പെടുന്നതിന്റെ കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്ന രാജ്യം എന്നുള്ളത് കണക്കാക്കിയിട്ടാവും. ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്തിൽ ഇന്ത്യ പെടുന്നില്ല. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മുടെ RP ആക്ടിന്റെ പരാതികളും പരിമിതികളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് അനുസരിച്ചാണ് നമ്മുടെ രാജ്യത്തെ പാൾ സൊസൈറ്റി മുതൽ രാഷ്ട്രപതി വരെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് RP ആക്ട് അനുസരിച്ച്. അപ്പൊ ഈ RP ആക്ടിനുള്ള പല പരിമിതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം ഉണ്ടാവണമെന്നില്ല ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക്. ആകെ വോട്ടർമാരുടെ ഭൂരിപക്ഷ പിന്തുണ ഇല്ലാത്തവൻ ഇവിടെ ഭരണാധികാരിയാവും. ഇപ്പൊ തന്നെ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJPക്ക് ലോക്സഭയിൽ വലിയ ഭൂരിപക്ഷമുണ്ടെങ്കിലും ആകെ വോട്ടർമാരിൽ 39% ജനങ്ങളുടെ പിന്തുണ മാത്രമേ ഉള്ളൂ. 39% ജനങ്ങളുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 61% ജനങ്ങൾ ഇവർക്ക് എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. 61% ജനങ്ങളുടെ എതിർപ്പുള്ള ഒരു പാർട്ടി എതിരായി വോട്ട് ചെയ്ത 61% ജനങ്ങളെ അടക്കി ഭരിക്കുന്നു. ഇതാണ് നമ്മുടെ RP ആക്ടിന്റെ ഏറ്റവും വലിയ പരിമിതി. പിന്നെ ഇതുണ്ടാക്കുന്ന കാലം മുതൽ തന്നെ ഇടതുപക്ഷം ആവശ്യപ്പെടാൻ തുടങ്ങി. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അന്ന് ഭരണഘടന ഉണ്ടാക്കുന്ന കാലത്ത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആവശ്യപ്പെട്ടിരുന്നു, ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ മാത്രം അവകാശം കൊടുത്താൽ പോരാ, അവരുടെ വോട്ട് ലഭിച്ചതിന് ശേഷം വാഗ്ദാനങ്ങൾ ലംഘിക്കുകയും ജനവിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ വോട്ട് റദ്ദാക്കാനുള്ള അവകാശം കൂടി വോട്ടർക്ക് ഉണ്ടാവണം. ഇപ്പൊ നമുക്കതില്ല. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മാത്രമേ പറ്റൂ. മുനിസിപ്പാലിറ്റിയിലേക്കാണെങ്കിലും പാർലമെന്റിലേക്കാണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മാത്രമേ അവകാശമുള്ളൂ. ചെയ്ത വോട്ട് തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഏത് അശ്രീകരാണെങ്കിലും ചെയ്താൽ പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അത് സഹിച്ചേ പറ്റൂ. നമുക്ക് ചെയ്ത വോട്ട് തിരിച്ചെടുക്കാൻ അവകാശമില്ല. ഇങ്ങനെയൊക്കെയുള്ള നിരവധി ദൗർബല്യങ്ങൾ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ട ഒരു ജനാധിപത്യ വ്യവസ്ഥയൊന്നുമല്ല ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും നിൽക്കുന്നത്. എന്നാലും ഈ പരിമിതമായ ജനാധിപത്യ വ്യവസ്ഥയെപ്പോലും അട്ടിമറിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ഇപ്പോ ഇന്ത്യ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര സ്വതന്ത്രമായിട്ടായിരുന്നു ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. മുഖം നോക്കാത്ത നടപടിയെടുത്തിരുന്നു ഇന്ത്യ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ. ആരെയും ഭയപ്പെടാതെ, ഗവൺമെന്റുകളെ ഒന്നും ഭയപ്പെടാതെ നിർഭയമായി തീരുമാനങ്ങൾ എടുത്തിരുന്നു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഘട്ടത്തിൽ. അങ്ങനത്തെ നിർഭയമായ തെരഞ്ഞെടുപ്പ് നടത്തിയ ചരിത്രമൊക്കെ ഇന്ത്യയിൽ അപ്രത്യക്ഷമാവുകയാണ്. ഇപ്പോ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ദാസ്യവൃത്തി ചെയ്യുന്നവരായി ഇലക്ഷൻ കമ്മീഷൻ മാറി. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു ജ്ഞാനേഷ് കുമാറിന്റെ കേരള IAS കാരനായിരുന്നു. നമുക്കൊക്കെ അറിയണ ജ്ഞാനേഷ് കുമാർ. അന്ന് RSS ജ്ഞാനേഷ് കുമാർ. ആലോചിച്ച് നോക്കണം. കേരള IAS കാരനാ. കേരള സർവീസിന്റെ ഭാഗമായിട്ടുള്ള IAS കാരൻ കേരള IAS കാരനാവുമ്പോൾ തന്നെ RSSനോട് അനുഭവമുള്ള ആളാണ്. അപ്പോ ഉത്തരേന്ത്യയിൽ ചെന്ന് അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലും കൂടി ആയാൽ പിന്നെ പറയാനുണ്ടോ? അദ്ദേഹമാണ് ഇപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ.
അമിത്ഷായും ചീഫ് ഇലക്ഷൻ കമ്മീഷണറും പിന്നെ അവരുടെ സംവിധാനങ്ങളും RSSും എല്ലാം കൂടിച്ചേർന്ന് നമ്മുടെ രാജ്യത്ത് സുതാര്യമായി നടത്തേണ്ട ഇലക്ഷൻ പ്രക്രിയയെ അട്ടിമറിക്കുകയാണ്. എല്ലാ വിധത്തിലും അട്ടിമറിക്കുകയാണ്. ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും പശ്ചിമബംഗാളിലും ആസാമിലും അടുത്ത ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അടുത്ത ഏപ്രിൽ മാസം പറഞ്ഞാൽ അധികമൊന്നുമില്ല. ഇന്ന് നമ്മൾ ഇവിടെ ഈ സമ്മേളനം ചേരുന്നത് 23 തീയതി ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ കൊല്ലം കഴിഞ്ഞു. ജനുവരി, ഫെബ്രുവരി 5 മാസമേ ഉള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്. ഈ 5 മാസത്തിനിടയിൽ കേരളത്തിലും ഈ SIR നടപ്പാക്കും. കേരളത്തിൽ മാത്രമല്ല, ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആ വിധത്തിൽ തോന്നിവാസങ്ങൾ നടന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളം, കളി ഞങ്ങൾ പഠിപ്പിക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്താനാണ് ഇന്ന് 140 അസംബ്ലി മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിധത്തിലുള്ള പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല, എല്ലാ മേഖലകളിലേക്കും നുഴഞ്ഞു കയറുകയാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ സിവിൽ സർവീസിൽ ബ്രാഹ്മണ മേധാവിത്വം എങ്ങനെയുണ്ടായോ അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഭരണ സംവിധാനങ്ങളിലേക്കും RSS സംഘപരിവാറുകാർ നുഴഞ്ഞു കയറുകയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോ അവർ വെള്ളക്കാരായിരുന്നു തലപ്പത്തൊക്കെ, പക്ഷെ ഇടത്തട്ടിലൊക്കെ ബ്രാഹ്മൺസ് ആയിരുന്നു. അവരുടെ ആശയത്തിലെല്ലാം നടത്തിയിരുന്നു. നമ്മളൊരു ബ്രാഹ്മണനല്ല അതിന്, ബ്രാഹ്മണിസത്തിനായതിന്. ഒരു ഘട്ടത്തിൽ നമ്മുടെ പാലക്കാട്ടുകാരെ ഓർത്തു പോകേണ്ട ഒരു കാര്യം, കേൾക്കുമ്പോൾ തമാശയാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ വാസ്തവമാണ്. രണ്ടാം ലോക യുദ്ധം ഉണ്ടായല്ലോ 1939 മുതൽ 45 വരെ. അതില് ആദ്യഘട്ടത്തിൽ 39 രണ്ടാം ലോക യുദ്ധം ഉണ്ടായി. 40 ഒക്കെ ആയപ്പോ ജപ്പാൻ ജർമ്മനിയാ മുന്നേറിയത്. ജപ്പാനും ജർമ്മനിയും മുന്നേറി. ജപ്പാൻ സൈന്യം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തി. സുഭാഷ് ചന്ദ്രബോസൊക്കെ അന്ന് ജപ്പാൻ സൈന്യത്തിന്റെ കൂടെയാണ് ഇംഗ്ലീഷുകാർക്കെതിരെ നേരിട്ട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട INA. സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ജപ്പാൻ സൈന്യം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ വരെ വന്നു. റംഗൂൺ അവർ കീഴടക്കി, മണിപ്പൂർ വരെ എത്തി. അപ്പോ ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് ഇനി ജപ്പാനാണ് വരാൻ പോകുന്നത് എന്ന് കണ്ടതോടുകൂടി നമ്മുടെ പാലക്കാട്ടെ കൽപ്പാത്തിയിലെ ചിലര് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് നിർത്തി ജപ്പാൻ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു. കാരണം ഇനി അവരാണല്ലോ വരാൻ പോണത് എന്നുള്ള നിലയ്ക്ക് അത്ര സമർത്ഥരാ അവരൊക്കെ ഈ അധികാരത്തിൽ കയറിയിട്ടുള്ളത്. അതുപോലെ നുഴഞ്ഞു കയറുകയാണ് എല്ലാ മേഖലയിലേക്കും, മുഴുവൻ മേഖലയിലേക്ക് അവർ ആ സംഘപരിവാർ നുഴഞ്ഞു കയറുകയാണ്. ഇതിനെ ചെറുത്തിട്ടില്ല എങ്കിൽ, എല്ലാ ഭരണത്തിന്റെ നാഡി വ്യവസ്ഥകളിലേക്ക് മുഴുവൻ നുഴഞ്ഞു കയറുന്ന ഈ സംഘപരിവാർ നുഴഞ്ഞുകയറ്റത്തെ ചെറുത്തിട്ടില്ല എങ്കിൽ പരിമിതമായ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ പോലും, വൻ വികസിതമൊന്നുമല്ല ഇപ്പോഴും ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥ, എന്നാലും ഈ പരിമിതമായിട്ടുള്ള ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ പോലും നിലനിൽക്കാൻ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് നമ്മൾ ഓർക്കണം. തോൽപ്പിക്കും ഇവരെ, അത് വേറെ കാര്യം. ഇതിനേക്കാളും വലിയ ഫാസിസത്തിന് വേണ്ടി മുന്നിൽ നിന്ന് രാജ്യം മുഴുവൻ കീഴടക്കിയവരായിരുന്നല്ലോ ജർമ്മനിയിൽ ഹിറ്റ്ലറും ഇറ്റലിയിൽ മുസോളിനിയും. അവരുടെയൊക്കെ അന്ത്യം അതിദയനീയമായിരുന്നു. ജനങ്ങൾ തന്നെയാണ് അവസാനം ജയിക്കുക. പക്ഷേ ആ ജയത്തിന് വലിയ വില കൊടുക്കേണ്ടതായി വരും. ആ വലിയ വില കൊടുക്കാതിരിക്കാൻ ഇപ്പൊ തന്നെ ഇവരുടെ നുഴഞ്ഞുകയറ്റത്തെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കണം. അതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശ്രമിക്കുന്നത്. ഇവര് ഈ വിധത്തിലുള്ള പ്രവർത്തനമല്ല നടത്തുന്നത്. ഇന്ത്യ എന്ന ഈ രാഷ്ട്രത്തിന്റെ, റിപ്പബ്ലിക്കിന്റെ ഏറ്റവും വലിയ ഭംഗി രാഷ്ട്രം ഒരു ഫെഡറൽ തത്വത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നാനാത്വത്തിലെ ഏകത്വം എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭംഗി. ഏകമല്ല നമ്മുടെ രാജ്യം. ആയിരക്കണക്കിന് സംസ്കാരങ്ങൾ, ആയിരക്കണക്കിന് വരുന്ന ഭാഷകൾ, ഭക്ഷണ രീതികൾ, ആചാരങ്ങൾ, വസ്ത്രധാരണ രീതികൾ, ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴുള്ള ഭംഗിയാണ് ഇന്ത്യയുടെ നാനാത്വത്തിന്റെ ഏകത്വം എന്നുള്ള ഭംഗി. ആ ഭംഗി ഇവർ ഇല്ലാതാക്കുകയാണ്. അംഗീകരിക്കുന്നില്ല ഇവർ നാനാത്വത്തിലെ ഏകത്വം എന്നുള്ളത്. ഇവർ ബഹുസ്വരത, ബഹുസംസ്കാരം എന്നുള്ളത് RSS അംഗീകരിക്കുന്നില്ല. എല്ലാ മേഖലയിലേക്കും ഏക സംസ്കാരം നുഴഞ്ഞു കയറും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? നിസാറാണ് എന്ന് നമുക്ക് തോന്നും. വളരെ നിസാറാണെന്ന് തോന്നുന്ന വിധത്തിലാണ് ഇവരുടെ നുഴഞ്ഞു കയറ്റം. ഒരു 25 കൊല്ലം മുമ്പ്, നമ്മളൊക്കെ അന്നും പാലക്കാട്ട് താമസിക്കുന്നുണ്ടല്ലോ, നമ്മളൊക്കെ ഇവിടെ പാലക്കാട്ട് താമസിക്കുന്നവരല്ലേ, 25 കൊല്ലം മുമ്പ് ഇവിടെ ഗണേശോത്സവം ഉണ്ടായിരുന്നോ?
കേരളത്തിൽ എവിടെയെങ്കിലും ഗണേശോത്സവം ഉണ്ടായിരുന്നോ? ബോംബെയിൽ മാത്രം ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ, അത് പറയുന്നു ശിവജിയുടെ കാലത്തൊക്കെ ഉണ്ട് എന്നുള്ളത്, പോട്ടെ. എന്തായാലും ബോംബെയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സംസ്കാരമായിരുന്നു, ഒരു ആചാരമായിരുന്നു ഗണേശോത്സവം. ആ ഉത്തരേന്ത്യയിൽ നിന്ന് ഈ സംസ്കാരം നുഴഞ്ഞു കയറി കേരളത്തിന്റെ തനി സംസ്കാരത്തിലേക്ക് നുഴഞ്ഞു കയറി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അഷ്ടമി രോഹിണിക്ക്, ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞങ്ങളുടെ അമ്പലത്തിൽ പായസം വയ്ക്കും, പാൽപ്പായസ വയ്ക്കുക. ശ്രീകൃഷ്ണന് പാൽപ്പായസ ഇഷ്ടം എന്നുള്ളതുകൊണ്ട് പാൽപ്പായസം വയ്ക്കും, കുട്ടികൾക്കൊക്കെ കൊടുക്കും. ബാലഗോകുല ഘോഷയാത്രയൊന്നുമില്ല, അത് ഉത്തരേന്ത്യയിലായിരുന്നു, മധുരയിലൊക്കെ ഉണ്ടായിരുന്നത്. നുഴഞ്ഞു കയറി കേരളത്തിലേക്ക് വന്നു. ഇങ്ങനെ എല്ലാ സംസ്കാരങ്ങളും നുഴഞ്ഞു കയറി വരികയാണ്. ഒരു പൊതുബോധം നിർമ്മിക്കപ്പെടുന്നു നമ്മുടെ സമൂഹത്തിൽ. വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരാണ് ഏറ്റവും യോഗ്യന്മാർ. ആര് പറഞ്ഞു അത്? വെജിറ്റേറിയൻ. ഞാൻ നാളെ നമ്മുടെ പാർട്ടിയുടെ കാസർകോട്ട് ഒരു സമ്മേളനത്തിന് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ എനിക്ക് രാത്രി 9:15 ട്രെയിനിന് കയറണം. അപ്പൊ അവരോട് പറഞ്ഞല്ല, നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞിട്ട് ട്രെയിനിൽ കയറാൻ സമയം ഉണ്ടാവുമോ? അപ്പൊ അവർ തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു, ഇതെന്ത് വെജിറ്റേറിയൻ? അല്ല, വെജിറ്റേറിയൻ അല്ലേ നല്ലത്. ആര് പറഞ്ഞു വെജിറ്റേറിയനാ നല്ലതെന്നുള്ളത്? ഞാൻ നോൺ വെജിറ്റേറിയനാണ് കഴിക്കണത്. ഒരു പൊതുബോധം അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക, വെജിറ്റേറിയൻ നല്ല ഭക്ഷണം. ആര് പറഞ്ഞു? ആരാണ് ഇവരോട് പറഞ്ഞു വെജിറ്റേറിയൻ നല്ല ഭക്ഷണം എന്നുള്ളത്? ഇങ്ങനത്തെ ഒരു ബ്രാഹ്മണിക്കൽ ബോധം ഉണ്ടാക്കിയാണ്. ഞാൻ രാമായണം ഈ അടുത്ത കാലത്ത് വീണ്ടും വായിച്ചു, ഒന്നും കൂടി വായിച്ചു. രാമായണം കുറെ വായിച്ചിട്ടുണ്ട്, ഒന്നും കൂടി വായിച്ചു. പഞ്ചവടിയിൽ രാവണൻ സീതാദേവിയെ അപഹരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് സീതാദേവി പഞ്ചവടിയിലെ ആ പർണശാലയിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നറിയോ? രാമൻ അമ്പെയ്ത് പിടിച്ചുകൊണ്ടിരുന്ന മാനിറച്ചി കഷ്ണാക്കിയിട്ട് മഴക്കാലത്തേക്ക് ഉണക്കി സൂക്ഷിക്കുക. അപ്പോ മുറ്റത്തൊരു പരമ്പിൽ മാനിറച്ചി ഉണക്കാനിട്ടിരിക്കുക. അപ്പോഴാ രാവണൻ വന്നിട്ട് സീതാദേവിയെ പിടിച്ചുകൊണ്ടുപോയത്. രാമനും സീതയ്ക്ക് മാനിറച്ചി കഴിക്കാന്ന് വിചാരിച്ചാൽ പിന്നെ ഇവിടെ വെജിറ്റേറിയന്മാരാണെന്ന് പറഞ്ഞിട്ട് കുറെ യോഗ്യന്മാരെന്തിനാ നടക്കുന്നത്? ഇങ്ങനത്തെ ഒരു ബോധം ഉത്തരേന്ത്യൻ സംസ്കാരം ഇങ്ങനെ നുഴഞ്ഞു കയറുകയാണ്. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരു മോശക്കാര്, വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ഒരു മാന്യർ. ഇങ്ങനത്തെ ഒരു ബോധം നമ്മുടെ ബോധത്തിലേക്ക് ഉൾപ്പെടെ നുഴഞ്ഞു കയറുകയാണ്. നമ്മുടെ ഫെഡറൽ തത്വങ്ങളൊക്കെ ലംഘിക്കപ്പെടുന്നു, എല്ലാ തത്വങ്ങളും ലംഘിക്കപ്പെടുകയാണ്. കേരളം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും മുൻപന്തിയിൽ വന്ന ജനസമൂഹങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോ 28 സംസ്ഥാനമുണ്ട് ഇന്ത്യ രാജ്യത്ത്. ഞാൻ ഇപ്പോ എന്നുള്ളത് പ്രത്യേകം അടിവരട്ടിട്ടാ പറയണത്. ഏത് സമയത്താണ് ഇത് ഇല്ലാണ്ടാവുക, പുതിയത് വരാമെന്ന് പറയാൻ പറ്റില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം 4:30 മണിക്ക് രാജ്യസഭയിൽ അമിത്ഷാ വന്ന് 2 കൊല്ലം മുമ്പ് പോക്കറ്റിൽ നിന്ന് ഒരു കീറക്കടലാസ് എടുത്ത് എന്തോ വായിച്ചു. അതോടുകൂടി ജമ്മു കാശ്മീർ ഭൂപടത്തിന് പോയി. ഇപ്പൊ ഭൂപടത്തിന് ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞ സംസ്ഥാനമില്ല. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഭൂപടത്തിൽ ജമ്മു ആൻഡ് കാശ്മീർ ഒരു സംസ്ഥാനമാണ്. ഇപ്പോ ഇന്ത്യയുടെ ഭൂപടത്തിൽ ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനമല്ല. 2 കൊല്ലം മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്ന് വൈകുന്നേരം 4:30 മണിക്ക് രാജ്യസഭയിൽ പോക്കറ്റിൽ നിന്ന് ഒരു കീറക്കടലാസ് എടുത്ത് വായിച്ചത് ആരും കേട്ടെന്നില്ല എന്താന്നുള്ളത്. ജമ്മു കാശ്മീർ സംസ്ഥാനമല്ലാതെയായി. അപ്പൊ എന്തും നടക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ 28 സംസ്ഥാനമുണ്ട് ഇന്ത്യ രാജ്യത്ത്. ഈ 28 സംസ്ഥാനങ്ങളിൽ നമ്പർ 1 ആയി കേരളം നിൽക്കുകയാണ്, 1ാം സ്ഥാനത്ത്. ചിലർക്ക് ഈ നമ്പർ 1 പറഞ്ഞ് ഇഷ്ടാവുന്നില്ല. ഇഷ്ടമില്ലാത്തവർ വേറെ എങ്ങനെയെങ്കിലും പോവാന്നുള്ളതല്ലാതെ ഇപ്പൊ ഇവിടെ നമ്പർ 1 തന്നെയാണ്. ഇത്ര നന്നായത് ചിലർക്ക് ഇഷ്ടാവും. ഇത്രയ്ക്ക് വേണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഇത്ര നന്നായത് ഇഷ്ടാവാത്തൊരു സൈക്കിയ മാർഗമുള്ളൂ. കേരളം 1ാമത് തന്നെയാണ്. അതിന് തെളിവുകളുടെ പിൻബലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ലളിതമായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. 1ാമത്തെ കാര്യം, എല്ലാ വാർഡുകളിലും റേഷൻ കടയുള്ള ലോകത്ത് ഇന്ത്യ രാജ്യത്ത് ഏത് സംസ്ഥാനമുണ്ട് കേരളം അല്ലാതെ? എല്ലാ വാർഡിലും റേഷൻ കടയുണ്ടല്ലോ. റേഷൻ കട പൂട്ടുന്നില്ലല്ലോ കേരളത്തിൽ. എല്ലാ വാർഡിലും റേഷൻ കടയുള്ള സംസ്ഥാനം കേരളമല്ലാതെ ഇന്ത്യയിൽ വേറെ എവിടെ ഉണ്ട്? ഉണ്ടാക്കി നിങ്ങൾ പറ. എല്ലാ വാർഡുകളിലും റേഷൻ കട ഉണ്ട്. എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും സർക്കാർ ആസ്പത്രിയുള്ള ഇന്ത്യ രാജ്യത്ത് കേരളമല്ലാതെ ഏത് സംസ്ഥാനം? കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും സർക്കാർ ആസ്പത്രിയുണ്ട്. അത് ഒരാസ്പത്രിയല്ല. അലോപ്പതിക്ക് ഒരു ആസ്പത്രി, ആയുർവേദത്തിന് ആസ്പത്രി, ഹോമിയോയ്ക്ക് ആസ്പത്രി, 3 എണ്ണത്തിനും. അപൂർവം ചില പഞ്ചായത്തിൽ ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട്, അല്ല യുനാനി ഡിസ്പെൻസറി ഉണ്ട്. ഈ 3 എണ്ണം നിർബന്ധം എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, ഈ 3
സർക്കാർ ആസ്പത്രികളില്ലാത്ത ഒരു പഞ്ചായത്ത് കേരളത്തിലില്ല. കേരളത്തിൽ ഇലക്ട്രിസിറ്റി എത്താത്ത ഒരു മൂല കാണിച്ചു തരാൻ മൈക്രോസ്കോപ്പ് വെച്ച് നടക്കുന്നവരെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇലക്ട്രിസിറ്റി എത്താത്ത ഒരു മൂലയുണ്ടോ കേരളത്തിൽ? കുടിവെള്ളം എത്താത്ത ഒരു സ്ഥലമുണ്ടോ കേരളത്തിൽ? സർക്കാർ സ്കൂളുകളോ എയ്ഡഡ് സ്കൂളുകളോ ഇല്ലാത്ത ഒരു പ്രദേശമുണ്ടോ കേരളത്തിൽ? ഇങ്ങനെ കേരളം എല്ലാ അർത്ഥത്തിലും മനുഷ്യ സൂചികകളിൽ മുമ്പിലേക്ക് വന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുബോധം എല്ലാ കാര്യത്തിലും നമ്മൾ മുമ്പിലേക്ക് വന്നു. കേരളം റിപ്പബ്ലിക്കാണോ? കേരളം ഒരു റിപ്പബ്ലിക് അല്ലല്ലോ. റിപ്പബ്ലിക് ഇന്ത്യയല്ലേ? ഇന്ത്യക്കല്ലേ ഭരണഘടനയുള്ളൂ. കേരളത്തിന് സ്വന്തം ഭരണഘടനയുണ്ടോ? ഇന്ത്യക്ക് പൊതു ഭരണഘടന. ആ ഭരണഘടനയാണ് യു പിയിൽ, ആ ഭരണഘടനയാണ് രാജസ്ഥാനിൽ, ആ ഭരണഘടനയാണ് മധ്യപ്രദേശിൽ, അതേ ഭരണഘടനയാണ് ഛത്തീസ്ഗഡിൽ, അതേ ഭരണഘടനയാണ് ജാർഖണ്ഡിൽ, ഇതേ ഭരണഘടനയാണ് കേരളത്തിലും. ഒരേ ഭരണഘടനയുള്ള ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം മാത്രം എന്തുകൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തി? ഒരേ ഭരണഘടനയിൽ പ്രവർത്തിക്കുന്നവർ. എല്ലായിടത്തും ഒരു ഭരണഘടനയല്ലേ? അപ്പൊ ഒരേ ഭരണഘടനയിൽ പ്രവർത്തിക്കുന്ന ഈ ജനവിഭാഗങ്ങളിൽ കേരളം മാത്രം മുൻപന്തിയിലെത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ മിടുക്കാണ് എന്ന് അംഗീകരിക്കണം ഇവിടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മിടുക്ക്. അതുണ്ടായിരുന്നില്ല എങ്കിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തില്ല. 8.5 പതിറ്റാണ്ട് കാലം ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം നമ്മുടെ പൂർവികരുടെ കാലം മുതൽ നടത്തിയ ഉജ്ജ്വലമായ മുന്നേറ്റങ്ങളിലൂടെയാണ് കേരളം മുമ്പിലേക്ക് വന്നത്. ഈ 8.5 പതിറ്റാണ്ട് കാലം ഇടതുപക്ഷം മാത്രമല്ല, ഇടതുപക്ഷം ഉണ്ടാവുന്നതിന് മുമ്പ് നവോത്ഥാന കാലത്ത് അതുണ്ട് കേരളത്തിൽ. നിങ്ങള് ഇപ്പൊ ഗൂഗിളിൽ എന്ത് സെർച്ച് ചെയ്താൽ കിട്ടും? ദ ബിഗ്ഗസ്റ്റ് റിനൈസൻസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നവോത്ഥാന പ്രസ്ഥാനം എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ആദ്യം വരുന്ന പേര് വൈക്കം സത്യാഗ്രഹമായിരിക്കും. വൈക്കം സത്യാഗ്രഹം ഇല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഒരു നവോത്ഥാന പ്രസ്ഥാനമില്ല. 101 കൊല്ലായി. 1924 വൈക്കം സത്യാഗ്രഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൊന്ന് വൈക്കം സത്യാഗ്രഹമാണ്. അതിന്റെ തുടർച്ചയായി ഗുരുവായൂർ സത്യാഗ്രഹം, അതിന്റെ തുടർച്ചയായി പാലിയൻ സത്യാഗ്രഹം. ഇങ്ങനെ കേരളം മുമ്പിലേക്ക് വന്നു. ഇതിന്റെ തുടർച്ചയായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ട്രേഡ് യൂണിയനുകൾ, കർഷക സംഘടന, വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന, സ്ത്രീകളുടെ സംഘടന, ഇങ്ങനെയുള്ള സംഘടനകൾ ഉണ്ടായി. വർഗ സംഘടനകൾ ഉണ്ടായി, ബഹുജന സംഘടനകൾ ഉണ്ടായി, അവകാശബോധമുണ്ടായി. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ തുടങ്ങി. ആരടാ എന്ന് ചോദിച്ചാൽ പോടാ പുല്ലേ എന്ന് പറയാനുള്ള നട്ടെല്ലുണ്ടായി, ധൈര്യമുണ്ടായി, തല ഉയർത്തിപ്പിടിച്ച് നടക്കാനുള്ള അന്തസ്സുണ്ടായി, കൂലി ചോദിക്കാൻ തന്റെ ഇടമുണ്ടായി. ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സംസ്ഥാനമായി കേരളം മാറി. എന്താ ഈ ഉത്തരേന്ത്യക്കാർക്ക് കേരളത്തിലേക്ക് വരുന്നത്? ഇവിടേക്ക് എല്ലാവരും വരാനുള്ള കാരണം എന്താ? ഇവിടെ കൂലിയുണ്ട്. എന്തുകൊണ്ട് ഈ ആസാംകാരും ബീഹാർകാരും ഗുജറാത്തിൽ പോയില്ല? അവിടെ കൂലിയില്ല. ഇവിടെ കൂലിയുണ്ട്. 1000 രൂപയാണ് ഒരു ദിവസം കൂലി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സംസ്ഥാനമായി കേരളം. ആളുകൾക്ക് വരുമാനമായി. വരുമാനം ഉണ്ടാകുമ്പോൾ ജീവിതത്തിന്റെ അന്തസ്സ് വർദ്ധിക്കും. ഇങ്ങനെ അന്തസ്സ് വർദ്ധിച്ച ജനവിഭാഗമായി കേരളം. കേരളത്തിലെ നമ്മുടെ പുതിയ തലമുറയോ? നമ്മുടെ പുതിയ തലമുറ ലോകത്തെയാണ് നോക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഓസ്ട്രേലിയയിൽ പോയി പഠിക്കുന്നു, കാനഡയിൽ പോയി പഠിക്കുന്നു, ജർമ്മനിയിൽ പോയി പഠിക്കുന്നു, ഇംഗ്ലണ്ടിൽ പോയി പഠിക്കുന്നു. ലോകത്തെല്ലാ സ്ഥലത്തേക്കും മലയാളികളുണ്ട്. 181 രാജ്യങ്ങളാണ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതായി ലോകത്തുള്ളത്. 181 രാജ്യം. ഈ 181 രാജ്യങ്ങളിൽ 121 രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ലോകത്തെ ഏക ജനവിഭാഗം മലയാളിയാണ്. വേറെ ഒരു ജനവിഭാഗത്തിനുമില്ല ഇത്രയധികം ലോകത്ത്. 121 രാജ്യങ്ങളിൽ മലയാളി സാന്നിധ്യമുണ്ട്. ഇപ്പൊ ലോകമാണ് മലയാളിയുടെ ലക്ഷ്യം. ആ അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ പുതിയ തലമുറ മാറാനെന്ന കാരണം 5 തലമുറ മുമ്പ് കേരളത്തിൽ ജന്മിത്തം അവസാനിപ്പിച്ചു. ജനാധിപത്യവൽകൃതമായി. ജനാധിപത്യവൽകൃതമാവുക എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കൂടുമ്പോൾ വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടുക എന്ന് മാത്രമല്ല അർത്ഥം. അങ്ങനെ ചിലർ ധരിച്ചിട്ടുണ്ട്. ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമാണ് ജനാധിപത്യം എന്ന്. അതല്ല ജനാധിപത്യം. ജനാധിപത്യത്തിലേക്ക് ഒരു സമൂഹം മാറി എന്നതിന്റെ ലക്ഷണം ആ സമൂഹത്തിൽ പ്രജകളില്ല, പൗരസമൂഹം മാത്രമേ ഉള്ളൂ. കേരളം ജനാധിപത്യവർഗീകൃതമായി കേരളത്തിൽ പ്രജകളില്ല, പൗരന്മാര് മാത്രമേ ഉള്ളൂ എന്നറിയാത്ത ഒരേ ഒരാളെ ഇന്ന് കേരളത്തിലുള്ളൂ. ആരാ അയാളോട് ഇത് പറഞ്ഞു കൊടുക്കാന്ന് എനിക്കറിയില്ല. ഇവിടെ പ്രജയില്ല, പൗരന്മാര് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പ്രജയെന്ന് പൗരന്മാരിലേക്കുള്ള വ്യത്യാസം എന്താ? പൗരസമൂഹത്തിൽ
ഒരു പൗരന് മറ്റൊരു പൗരനെ ഭയപ്പെടാതെ ജീവിക്കാം. എല്ലാ പൗരന്മാരും തുല്യരാണ്. നിങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമാവലിയെ മാത്രം ബഹുമാനിച്ചാൽ മതി, നിയമവാഴ്ചയെ മാത്രം ബഹുമാനിച്ചാൽ മതി. ഒരാളെയും നിങ്ങൾ പേടിക്കണ്ട. ഈ സമൂഹത്തിൽ ഒരു പൗരന് മറ്റൊരു പൗരനെ ഭയപ്പെടാതെ ജീവിക്കാം. എന്താണ് അതിന്റെ തെളിവ്? കേരളത്തിലെ ഏറ്റവും അധികാരമുള്ള ഭരണാധികാരി ആരാ? ദ ചീഫ് ഓഫ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാ കേരളത്തിൽ? ആരാ കേരളത്തിന്റെ ചീഫ് ഭരണാധികാരി? മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാ കേരളത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരി. നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും അധികാരമുള്ള ഭരണാധികാരിയെ മുഖത്ത് നോക്കി പേര് വിളിക്കാം. പിണറായി വിജയനെ പിണറായി വിജയ എന്ന് ധൈര്യത്തിൽ വിളിക്കാം. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പഠിച്ച ഒരു സംസ്കാരം അനുസരിച്ച് വയസ്സിന് മൂത്തോരെ ചിലർ മൂത്ത് നോക്കി പേര് വിളിക്കില്ല. അതാണ് ഇപ്പോ ഇവിടെ ദാസേട്ടൻ എന്ന് വിളിച്ചു. ലേശം വയസ്സ് എനിക്ക് കൂടുതലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ പേര് വിളിക്കാം. ഭരണാധികാരിയെ, രാജാവിനെ പേര് വിളിക്കാൻ പറ്റിയിരുന്നോ? മാർത്താണ്ഡവർമ്മ എങ്ങനെയാ വിളിച്ചിരുന്നത്? തിരുനാൾ കുട്ടി വിളിക്കണം, എന്നിട്ട് അവസാനം പൊന്നു തമ്പുരാൻ എന്ന് വിളിക്കണം. ഇപ്പോ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഒരാൾക്കും മറ്റൊരു പൗരനെ, ഒരു പൗരനും മറ്റൊരു പൗരനെ തമ്പുരാൻ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. പേര് വിളിക്കാം. വയസ്സിന് മൂത്താണോ കേട്ടാണോ കൂടി ചേർത്ത് വിളിക്കാം. അത്രയേ ഉള്ളൂ. ജനാധിപത്യവൽകൃതമായ സമൂഹത്തിന്റെ പ്രത്യേകതയാ. പ്രജാഭരണത്തിൽ നിങ്ങൾക്ക് തമ്പുരാൻ എന്ന് വിളിക്കണം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ മുകളിലേക്ക് നോക്കി പർച്ച തമ്പുരാനെ എന്ന് വിളിച്ചാൽ മതി. ഈ മണ്ണിലുള്ള ഒരാളെയും ഒരു പൗരന് ഒരിക്കലും തമ്പുരാൻ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അതാണ് ജനാധിപത്യവൽകൃതമായ സമൂഹത്തിന്റെ പ്രത്യേകത. ഈ ജനാധിപത്യവൽക്കരണം കേരളത്തിൽ നടന്നു, മറ്റ് പല സംസ്ഥാനത്തും നടന്നില്ല. ജമ്മിത്വത്തിന്റെ അവശിഷ്ടം പോലും തുടച്ചു നീക്കിയ സമ്പൂർണമായും ജനാധിപത്യവൽക്കരിക്കപ്പെട്ട സമൂഹമായി കേരളം മാറി. ജമ്മിത്തില്ലാതായപ്പോ ഓരോ തുണ്ട് ഭൂമി ഇവിടെയുള്ള എല്ലാവർക്കും കിട്ടി. ആ ഭൂമി സ്വന്തമായപ്പോ അവരുടെ കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. സ്കൂളിലാണെങ്കിൽ പാവപ്പെട്ടവർക്ക് ഫീസ് സൗജന്യമാക്കി. അവരുടെ കുട്ടികൾ പഠിച്ചു. അങ്ങനെ കുട്ടികൾ പഠിച്ചു, ഡിഗ്രിക്കാരായി, എഞ്ചിനീയർമാരായി, MBA-കാരായി. ഇന്ന് ഏത് വീട്ടിലാണ് ഒരു ഡിഗ്രിക്കാരില്ലാത്തത്? നമ്മുടെ നാട്ടിൽ എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, MBA-കാരുണ്ട്, വക്കീലമാരുണ്ട്. ഇങ്ങനെ നമ്മുടെ കുട്ടികൾ പഠിച്ചത് 5ാമത്തെ തലമുറയായി. അതിനുശേഷം ഈ മാറ്റം എങ്ങനെ വന്നു കേരളത്തിൽ? ഭരണഘടനയുടെ ഗുണം കൊണ്ടാണെങ്കിൽ ഈ മാറ്റം UP-യിൽ ഉണ്ടാവണം. ഭരണഘടന കൊണ്ട് മാത്രമാണ് എങ്കിൽ ഈ മാറ്റം രാജസ്ഥാനിൽ ഉണ്ടാവണം. ഭരണഘടന മാത്രമാണെങ്കിൽ ഛത്തീസ്ഗഡിൽ ഉണ്ടാവണം, മധ്യപ്രദേശിൽ ഉണ്ടാവണം. അവിടെ ഒന്നുമില്ലാത്ത, അവിടെയും ഇവിടെയും ഒരേ ഭരണഘടനയായിട്ടും കേരളത്തിൽ ഇതുണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ ചെങ്കൊടിയുടെ പത്രാസാണ് എന്ന് അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഈ മാറ്റം മുഴുവൻ ഉണ്ടായത്. അങ്ങനെ മാറി മാറി നമ്മൾ മുമ്പിലേക്ക് പോവാണ്. അപ്പോ ഈ മാറ്റം സഹിക്കുന്നില്ല. അപ്പോ കേരളത്തിന്റെ വളർച്ച തടയാൻ നമ്മുടെ പിരിക്കുന്ന നികുതി അവർ നമുക്ക് തരുന്നില്ല. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാവണ്ടേ? ഈ റോഡ് ആരുണ്ടാക്കണം? കേരള സർക്കാർ ഉണ്ടാക്കണം. ബസ് സ്റ്റാൻഡിലെ പൈസ ആര് കൊടുക്കണം? കേരള സർക്കാർ കൊടുക്കണം. മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥയ്ക്ക് സർക്കാർ കൊടുക്കണം പൈസ. ലൈറ്റ് ഇലക്ട്രിസിറ്റി ആരുണ്ടാക്കണം? കേരള സർക്കാർ ഉണ്ടാക്കണം. കുടിവെള്ളം ആരുണ്ടാക്കണം? സംസ്ഥാന സർക്കാർ ഉണ്ടാക്കണം. ആസ്പത്രി കെട്ടിടം ആരുണ്ടാക്കണം? സംസ്ഥാന സർക്കാർ ഉണ്ടാക്കണം. മരുന്ന് ആര് കൊടുക്കണം? സംസ്ഥാന സർക്കാർ കൊടുക്കണം. സൂചി നൂലും ആസ്പത്രിയിൽ പഞ്ഞിയും ആര് കൊടുക്കണം? സംസ്ഥാന സർക്കാർ കൊടുക്കണം. ഡോക്ടർക്കും മാഷക്കും ശമ്പളം ആര് കൊടുക്കണം? സംസ്ഥാന സർക്കാർ കൊടുക്കണം. നേഴ്സിന് ശമ്പളം ആര് കൊടുക്കണം? സംസ്ഥാന സർക്കാർ കൊടുക്കണം. സ്കൂൾ കെട്ടിടം ആരുണ്ടാക്കണം? സംസ്ഥാന സർക്കാർ ചെയ്യണം. കോളേജ് കെട്ടിടം ആരുണ്ടാക്കണം? സംസ്ഥാന സർക്കാർ ചെയ്യണം. ടീച്ചർക്കും മാഷക്കും ശമ്പളം ആര് കൊടുക്കണം? സംസ്ഥാന സർക്കാർ ചെയ്യണം. പെൻഷൻ പറ്റിയവർക്ക് പെൻഷൻ ആര് കൊടുക്കണം? സംസ്ഥാന സർക്കാർ കൊടുക്കണം. കർഷക തൊഴിലാളി പെൻഷൻ ആര് കൊടുക്കണം? സംസ്ഥാന സർക്കാർ കൊടുക്കണം. നികുതി ആര് പിരിക്കും? അവർ പിരിക്കും. നികുതി മുഴുവൻ അവർ പിരിക്കുക. വികസനവും ക്ഷേമവും മുഴുവൻ സംസ്ഥാന സർക്കാർ ചെയ്യണം. പിരിക്കുന്ന നികുതി നമുക്ക് തരാതിരിക്കുക നമ്മുടെ വികസനത്തെ തടയാനാണ്. എല്ലാ തരത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണിത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ ജനാധിപത്യം അട്ടിമറിക്കുന്നു. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. ഭരണഘടനയിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ എന്നുള്ളൊരു വാക്ക് തെരഞ്ഞാൽ കിട്ടില്ല. നിങ്ങൾ എത്ര ആവർത്തി വേണമെങ്കിൽ വായിച്ചോ ഇന്ത്യയുടെ ഭരണഘടന. സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ളൊരു വാക്ക് ഇന്ത്യയുടെ ഭരണഘടനയിലില്ല. യൂണിയൻ ഗവൺമെന്റ് എന്നേ ഉള്ളൂ.
യൂണിയൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്, സെൻട്രൽ അല്ല. അപ്പോ ഫെഡറൽ ആണ്. സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ വിഹിതം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. ഇപ്പോഴോ തരുന്നില്ല. തരണമെങ്കിലോ ഞങ്ങൾ പറഞ്ഞു കേൾക്കണം. ഇവരാരാ? ഇവര് പറഞ്ഞു കേട്ടാലേ നികുതി തരുള്ളൂ എന്ന് പറയാം. ഇവര് നടക്കുന്നത് മുഴുവൻ ചെയ്യാൻ സംസ്ഥാനം തയ്യാറല്ലെങ്കിൽ നികുതി വീതം തരില്ല എന്ന് പറയാൻ ഇവരുടെ ആരുടെയെങ്കിലും പുഞ്ചപ്പാടം വിറ്റ് പണമാണോ ഇന്ത്യ രാജ്യത്തിന്റെ ഖജനാവിൽ വന്നു ചേരുന്നത്? ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം, നികുതിയുടെ വിഹിതം എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കേണ്ടത്? ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ പറയുന്നുണ്ട്. സംസ്ഥാനങ്ങളിലെ ജനങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന നികുതി സംസ്ഥാനങ്ങൾക്ക് വിവിധ പദ്ധതികളിലൂടെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട തത്വം എന്താവണം? ജനസംഖ്യാനുപാതത്തിലായിരിക്കണം. ഇന്ത്യ രാജ്യത്തിൽ ആകെ ജനസംഖ്യയുടെ 2.6% മലയാളികളാണ്. അതുകൊണ്ട് ഒരു കൊല്ലം ഇന്ത്യ ഗവൺമെന്റ് ചെലവഴിക്കുന്ന തുകയുടെ 2.6% കേരളത്തിന് അർഹതപ്പെട്ടതാണ്. തരുന്നത് 1.8%. 1% നമ്മളെ പിരിക്കുന്ന നികുതി ഇവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നു. 1% എന്ന് പറഞ്ഞാൽ തുക എത്ര ഉണ്ടാവും നിങ്ങൾക്കറിയൂ? ഞാൻ 1% എന്ന് പറഞ്ഞു. ഒരു കൊല്ലം ഇന്ത്യ ഗവൺമെന്റ് ബജറ്റിലൂടെ രാജ്യത്താകെ നിക്ഷേപിക്കുന്നത് ഏതാണ്ട് 89 ലക്ഷം കോടി രൂപയാണ്. 89 ലക്ഷം കോടി ഉറുപ്പിക ബജറ്റ് ഡയറക്റ്റായിട്ട് ബജറ്റ് നിക്ഷേപം നടത്തുന്ന ആ 89 ലക്ഷം കോടിയുടെ 1% എന്ന് പറഞ്ഞാൽ എത്ര വരും? നമുക്ക് അർഹതപ്പെട്ടത് അവർ തരുന്നില്ല. ഇത് ചോദ്യം ചെയ്യണ്ടേ? ഇത് ചോദ്യം ചെയ്യാൻ നമ്മൾ അയച്ചതാണ് 20 എംപിമാരെ ലോക്സഭയിലേക്ക്. ലോക്സഭയിൽ 20 ആളാ കേരളത്തിൽ നിന്ന്. കേരളത്തിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അയച്ചത്. അതിൽ ഒരാളെ രാധാകൃഷ്ണനെ നമ്മുടെ ഉള്ളൂ. ബാക്കി 18 ആള് കോൺഗ്രസ് ആണ്. അല്ല, 17 ആള് കോൺഗ്രസ് ആണ്. ഒരാള് പിന്നെ നേരത്തെ പറഞ്ഞ പ്രജയാണ്. ഇവരെന്ത് ചെയ്തു? ഈ 17 കോൺഗ്രസുകാര് അവിടെ ചെന്നപ്പോ UDFന്റെ 17 ആളുകൾ അവിടെ ചെന്നപ്പോ അവരുടെ കൂടെ കൂടി. കേരളം മറന്നു. ഇവരവരുടെ കൂടെ കൂടി. കേരളത്തിനെതിരായിട്ട് ഗോസായിമാർ നടത്തുന്ന പ്രവർത്തനത്തിന്റെ കൂടെയാണ് ഇവർ. BJPയും കോൺഗ്രസും ബായി ആണ് ഡൽഹിയിൽ. കേരളത്തിനെതിരായിട്ടുള്ള ഗൂഢാലോചനയാണ്. അവർക്ക് വേണ്ടത് LDFന്റെ ഭരണം കേരളത്തിൽ തകർക്കണം. അതിനാണ് ഇവർ ബായി ആയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ വികസനം തടയണം, കേരളത്തിന്റെ രാഷ്ട്രീയം തകർക്കണം, കേരളത്തിന്റെ പുരോഗമന അംശമില്ലാതാക്കണം, കേരളത്തിന്റെ സാമൂഹ്യ ഉള്ളടക്കം തകർക്കണം. അതുവഴി കേരളത്തെ തകർക്കണം. കേരളത്തിന്റെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇന്ത്യ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ 7 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒരു വർഗീയ ലഹള പോലും റിപ്പോർട്ട് ചെയ്യാത്ത ഏക സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഒരു വർഗീയ ലഹള പോലുമില്ല. ഇവിടെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ കലാപം കൂട്ടാൻ ആരെയും അനുവദിക്കില്ല. മനുഷ്യർ തമ്മിൽ നല്ല സൗഹാർദ്ദം ഉണ്ടെങ്കിലേ ആ നാട് നന്നാവൂ. കച്ചറുള്ളോടത്ത് സമാധാനം ഉണ്ടാവില്ല, വികസനം ഉണ്ടാവില്ല. വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടത് സൗഹൃദവും സമാധാനവുമാണ്. തെളിവെന്താ? നിങ്ങൾ ആരെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഒരു സ്വയം തൊഴിൽ എന്നുള്ള നിലയ്ക്ക് ഒരു 10 ലക്ഷം റുപ്യ എടുത്ത് ഒരു ചായക്കട തുടങ്ങാൻ പുറപ്പെട്ടു എന്ന് വിചാരിക്കുക. എന്നും തല്ലി നടക്കുന്നിടത്ത് നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ചായക്കട തുടങ്ങും? സമാധാനമുള്ളടത്തല്ലേ കട നടത്താൻ പറ്റൂ. എന്നും തല്ലുണ്ടാവുന്നിടത്ത് ചായക്കട നടത്താൻ പോയാൽ ഒറ്റ ദിവസം തല്ലിന് ചായക്കടയും പൊളിച്ചു, ലോണും പോയി. അപ്പൊ സമാധാനമുള്ളടത്ത് വികസനം ഉണ്ടാവൂ. അതാണ് കേരളത്തിന്റെ മുന്നേറ്റത്തിന്റെ കാര്യം. മനുഷ്യർ തമ്മിൽ സൗഹാർദ്ദമുണ്ട്. മതത്തിന്റെ പേരിൽ ചേരിതിരിവില്ല. ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 4 മാസേ തെരഞ്ഞെടുപ്പിലേക്കുള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. LDFന്റെ പ്രവർത്തകരോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഊണിലും ഉറക്കത്തിലും നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. കടമന്നീട്ടയുടെ കവിത പറഞ്ഞതുപോലെ കണ്ണു വേണം ഇരുപുറം, മുമ്പിലും വേണം പിന്നിലും വേണം. കണ്ണു വേണം, ഉൾക്കണ്ണ് വേണം. ഇവരെന്തൊക്കെയായി അധികാരം പിടിക്കാൻ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. എന്തും ചെയ്യും അധികാരം പിടിക്കാൻ. 2020 ഇതുപോലെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പും തുടർച്ചയായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്ന കാലത്താണ് ബിരിയാണി ചെമ്പിൽ മുഖ്യമന്ത്രി സ്വർണം കടത്തി, ഈത്തപ്പഴത്തിന്റെ കുരുവിൽ സ്വർണം കടത്തി, ഖുറാന്റെ ഉള്ളിൽ സ്വർണം കടത്തി. എവിടെ പോയി ഇപ്പൊ കേസൊക്കെ? എന്തായിരുന്നു ചർച്ച? അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടാണ് LDFനെ പഞ്ചായത്തിലും നിയമസഭയിലും വിജയിപ്പിച്ചത്. അതോടെ അത് പോയി. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പൊ വീണ്ടും ഇറങ്ങി ശബരിമലയിലത്തെ
കട്ട്ളപ്പടിയിലെ സ്വർണം പൂശിയത് കാണാനില്ല. ഞാൻ ചോദിക്കണത്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു മാല പോയി, കള്ളം കൊണ്ടുപോയി, ഒരു മോതിരം കള്ളം കൊണ്ടുപോയി, ബസ്സിൽ നിന്ന് നിങ്ങളുടെ ഒരു മാല പിടിച്ചു പറിച്ചു, നിങ്ങൾ എന്താ ചെയ്യാ? മോഷണം പോയാൽ, സ്വർണമാല പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? വേണ്ടല്ല, പോലീസിൽ പരാതി കൊടുക്കും. ശബരിമല അയ്യപ്പന്റെ കട്ട്ളപ്പടിയിൽ നിന്ന് സ്വർണം പൂശിയ പാളി പോയി. ശബരിമല അയ്യപ്പന്റെ കാര്യസ്ഥൻ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് ഇത് പരിശോധിക്കാൻ ഹൈക്കോടതിയുടെ 3 ജഡ്ജിമാരുള്ള ദേവസ്വം ബോർഡ് ബെഞ്ചുണ്ട്. അവരോട് പറഞ്ഞു, ഞങ്ങളെ കേസ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. കേസ് കൊടുത്തോളാൻ പറഞ്ഞു. DGPക്ക് ദേവസ്വം ബോർഡ് കേസ് കൊടുത്തു. DGP ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഒരു അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ADGPയുടെ നേതൃത്വത്തിൽ H. വെങ്കടേഷ് ADGP അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ടുണ്ട്. ആ ടീം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹൈക്കോടതി അവരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ അന്വേഷണം നടത്തുന്ന റിപ്പോർട്ട് സീല് വെച്ച കവറിൽ ഇവിടെ തന്നെ കൊണ്ടുവരണം, ഒരാളെയും കാണിക്കരുത്, ഞങ്ങളാണ് മേൽനോട്ടം. കേരള ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോ കോടതിയുടെ അടച്ചിട്ട മുറിയിലാണ്, ഓപ്പൺ കോർട്ടിലല്ല. അത്ര സ്വകാര്യമായിട്ടാണ് കോടതി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് പരിശോധിക്കുന്നത്. ഒന്ന് മാത്രം പറയാം, ശബരിമല അയ്യപ്പസ്വാമിയുടെ ഒരു പണത്തൂക്കം സ്വർണം ഏതെങ്കിലും കള്ളൻ കട്ടിട്ടുണ്ടെങ്കിൽ ഏത് ഗുഹയിൽ പോയാലും അത് പിടിച്ചുകൊണ്ടുവരാൻ കരുത്തുറ്റ പോലീസുണ്ട് കേരളത്തിൽ. അതിന് നേതൃത്വം കൊടുക്കുന്ന LDFന്റെ ഗവൺമെന്റ് ഉണ്ട് കേരളത്തിൽ. ഞങ്ങൾ പിടിക്കും. ക്ഷമയില്ല അവർക്ക്. എല്ലാ ദിവസവും മനോരമ ഇങ്ങനെ ചർച്ച നടത്തുക. നിങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നവരൊന്നും ക്ഷമിക്കപ്പാ ഇരിക്കേ, അന്വേഷണം പൂർത്തിയാവട്ടെ. അവ ഇന്ന് ടിവിയിൽ വമ്പന്മാരിലേക്ക് എത്തും. വമ്പനോ കൊമ്പനോ ആരാണെങ്കിലും ആയിക്കോട്ടെ, അന്വേഷിച്ചിട്ട് പോലീസിൽ നിന്ന് കൊണ്ടുവരട്ടെ പ്രതികളെ. പക്ഷേ പോലീസ് അന്വേഷിച്ച് പ്രതികളെ പിടിച്ചു കൊണ്ടുവരുമ്പോ ഇതേ നിലപാടുണ്ടാവണം നിങ്ങൾക്കൊക്കെ. ഞാനത് പറയാൻ കാരണം, ഓർമ്മ ഉണ്ടാവും ചിലർക്ക്, പണ്ട് നായനാര് മുഖ്യമന്ത്രി ആവുമ്പോഴാണ് ഏറ്റുമാനൂർ അപ്പൻ കളവ് പോയത്. ഓർമ്മ ഉണ്ടാവും ചിലർക്ക്. ഏറ്റുമാനൂർ അപ്പന്റെ വിഗ്രഹം പോയി. അന്നും ഇതേപോലെ കോലാഹലം ഉണ്ടാക്കി. അന്ന് കരുണാകരനായിരുന്നു പ്രതിപക്ഷ നേതാവ്. മെച്ചുപോയവരെ പറ്റി ദോഷം പറയരുത് എന്ന് നാട്ടിലുള്ള ഒരു പഴമൊഴിയുണ്ട്. അതുകൊണ്ട് ഞാൻ സത്യം മാത്രമേ പറയുന്നുള്ളൂ, ദോഷം പറയുന്നില്ല. ഭയങ്കര ബഹളം ഉണ്ടാക്കി. TK രാമകൃഷ്ണനായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി. പിടിച്ചു നോക്കിയപ്പോ INTUസിയുടെ മണ്ഡലം പ്രസിഡന്റ്, മുൻ KSU നേതാവ്, അവിടേക്ക് എത്തണ്ട, ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾ ഒരു മുതൽ ആരുടെയും കക്കില്ല, ഞങ്ങൾ ഈ സമൂഹത്തിൽ അന്തസ്സായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്, ഞങ്ങള് മുതലുണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല, ത്യാഗസുരഭിതമായിട്ടുള്ള ജീവിതം നയിച്ച പാരമ്പര്യമാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുള്ളത്. കാരണം ഞങ്ങളുടെ പാർട്ടി ഉണ്ടാക്കുന്നത് EMS ആണ്. EMSനേക്കാളും വലിയ ഒരു ത്യാഗി, എല്ലാം ത്യജിച്ച ഒരു വ്യക്തി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത്. EMS ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാ ഞങ്ങളൊക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങളെ ഭയപ്പെടുത്താന്ന് വിചാരിക്കും വേണ്ട, ഭയപ്പെടുക നിങ്ങളായിരിക്കും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ അന്വേഷണം പൂർത്തിയാവുന്നതിന് മുമ്പ് ഈ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പണത്തൂക്കം സ്വർണം അയ്യപ്പസ്വാമിയുടെ പോവാൻ ഈ സർക്കാർ സമ്മതിക്കില്ല. നിങ്ങൾ എവിടെ പോയാലും, ഏത് പാതാളത്തിൽ പോയി കൊണ്ടുവച്ചാലും അത് കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ കേരള പോലീസിന് കഴിവുണ്ട്. അവരത് പിടിച്ചു കൊണ്ടുവരും. എവിടെ നിന്ന് എടുത്തോ അവിടെ എത്തിക്കും. ക്ഷമ വേണം അതിന്. എന്തൊക്കെയാ അവര് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഭ്രാന്താണേ. 10 കൊല്ലം അധികാരത്തിന് പുറത്തു നിന്നപ്പോ ഒക്കെ എല്ലാം നഷ്ടപ്പെട്ട പോലെയാണ്. ഭ്രാന്തായിരിക്കുന്നു. ഈ ഭ്രാന്ത് പിടിച്ച കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ നോക്കാൻ അവരെന്ത് ചെയ്യും? ഒരു കാര്യം മാത്രം നിങ്ങൾ കോൺഗ്രസുകാരെ ഓർമ്മിപ്പിച്ചാൽ മതി. ഇനി കേരളത്തിന്റെ ചരിത്രത്തിൽ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഇല്ല എന്നുള്ള സത്യം നിങ്ങൾ അംഗീകരിച്ചാൽ മതി. കോൺഗ്രസിന് ഇനി ഒരു മുഖ്യമന്ത്രി ഇല്ല കേരളത്തിൽ. നിങ്ങൾക്ക് കേരളത്തിലെ ഭരണം തരാൻ കേരളത്തിലെ ജനങ്ങൾ സന്നദ്ധമല്ല. എന്തുകൊണ്ട്? ആരെയാ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ട് വെറുതെ ഒന്ന് വിചാരിക്കേണ്ടത്? ഒരു സെക്കൻഡ് നേരത്തേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് VD സതീശനെ സങ്കല്പിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ വിദ്വാനെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾക്കൊന്ന് വിചാരിക്കാൻ പറ്റുമോ? രമേശ് ചെന്നിത്തലയെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾക്കൊന്ന് വിചാരിക്കാൻ പറ്റുമോ?
അതുകൊണ്ട് റെഡ് അലർട്ട്, ഞാനാണിനിവിടെ എന്ന് പറഞ്ഞ് KC വേണുഗോപാൽ വരുന്നുണ്ട്. ചിന്തിക്കാൻ പറ്റുമോ ഇവരൊക്കെ കേരളത്തിന് മുഖ്യമന്ത്രിയാവുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടാണ്. ഈ ഇരിക്കുന്ന LDF ജനാധിപത്യ മുന്നണി ഒരു ശരീരമാണ്, ഒരു മനസ്സാണ്, ഒരു ലക്ഷ്യമാണ്. ഞങ്ങളെ ഈ കേരളത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരും. ആ ടീമിന് നേതൃത്വം കൊടുക്കുക സഖാവ് പിണറായി വിജയൻ തന്നെ ആയിരിക്കും. നിങ്ങൾക്കതിന് സംശയം ഉണ്ടാവണ്ട. അവരിങ്ങനെ ചോദിക്കേണ്ട ആരായിരിക്കും എന്നൊക്കെ. ഞാൻ പറയണു, പിണറായി തന്നെ ആയിരിക്കും നയിക്കുക. നിങ്ങൾ സംശയിക്കണ്ട. പിണറായി നയിക്കും, ജയിക്കും. അതിലൊരാൾക്കും ഒരു സംശയം ഉണ്ടാവണ്ട. നിങ്ങൾ തോൽക്കാൻ വിധിക്കപ്പെട്ടവരാ. അതാ ഞാൻ കോൺഗ്രസിനോട് പറയണത്, ഇനി കേരളത്തിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി നിങ്ങൾ സ്വപ്നം കാണണ്ട. നിങ്ങളുടെ കഴിഞ്ഞു, കഥ കഴിഞ്ഞു. അതാണ് ഇവർക്ക് ഈ ഭ്രാന്ത്. അവരെ അനുകൂലിക്കുന്ന മനോരമ, മാതൃഭൂമി എല്ലാ ദിവസവും എഴുതിക്കൊണ്ടിരിക്കുക. അതിലൊന്നും നിങ്ങൾ പഠനട്ടോ. ഇതിലും വലിയ നുണപ്രചരണ 2020-21 നടത്തിയത്. നമ്മൾ അതിലേക്ക് അതിജീവിച്ചിട്ടാ 99 സീറ്റിൽ ജയിച്ച്. നിങ്ങളുടെ നുണകളൊക്കെ ഒന്നും ഒരു വിലയും കിട്ടാൻ പോകുന്നില്ല. എന്തൊക്കെ നുണകളാ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം മിക്കവാറും ഡിസംബർ ഒരു ആദ്യത്തെ ആഴ്ചയിലോ തൊട്ടടുത്ത ദിവസമൊക്കെ ആയിരിക്കും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരിക. അതിലൊക്കെ LDFന് നയണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP അധികാരത്തിന് പുറത്താക്കുക എന്നുള്ളതാണ് LDFന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള നിലപാട്. ഞങ്ങൾ അതിനുവേണ്ടി BJP തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിലപാട് നമ്മൾ എടുക്കും. കോൺഗ്രസിനെ BJPയെ നേരിടാനാവില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? BJP RSSന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. RSS ഒരു പ്രത്യേക ചിന്താ പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. RSSന്റെ ചിന്താ പദ്ധതിയാണ് മനുസ്മൃതി, ബ്രാഹ്മണിക്കൽ, ഹിന്ദുത്വ. ഇതൊക്കെയാണ് RSSന്റെ പദ്ധതി. ഈ സനാതനത്വത്തെ കോൺഗ്രസിന് എതിർക്കാൻ പറ്റുമോ? നിങ്ങൾ എതിർക്കുന്നുണ്ടോ? RSS മുമ്പിലേക്ക് വെക്കുന്ന സാധാരണ മനുഷ്യർക്ക് വിരോധമുണ്ടാക്കുന്ന സനാതന തത്വത്തെ തുറന്നെതിർക്കാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ? അവരുടെയും കൂടുണ്ട്, ഇവരുടെയും കൂടുണ്ട്. RSSനെ പ്രത്യയശാസ്ത്രമായി മുട്ടുറച്ചു നിന്ന് എതിർക്കാൻ ധൈര്യമുള്ള പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. മറ്റാർക്കും അതിന് പ്രത്യയശാസ്ത്രമായിട്ട് കരുത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് BJP തോൽപ്പിക്കണം. കേരളീയ സമൂഹത്തിൽ നുഴഞ്ഞു കയറാൻ വേണ്ടി നടത്തുന്ന BJPയുടെ എല്ലാ പരിശ്രമത്തെയും ചെറുക്കണം. അവർ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലേക്ക്. നമ്മൾ ഈ നാട്ടിലെ മനുഷ്യരോട് ചോദിക്കണം, ഈ 1.5 നൂറ്റാണ്ട് കാലത്തെ നവോത്ഥാനത്തിന്റെയും തുടർച്ചയായ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും നേതൃത്വത്തിൽ വളർന്നു വന്ന കേരളീയ സമൂഹത്തിന്റെ ഈ മാറ്റത്തിൽ RSSന് എന്ത് പങ്കുണ്ട്? നിങ്ങൾ ഈ നാട്ടിലെ ഏതെങ്കിലും മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മാറിയ കേരളത്തെ പുറകോട്ട് നടത്തിക്കാൻ, നിങ്ങൾ ചാതുർവർണ്ണയത്തിലേക്ക് വീണ്ടും ഈ കേരളത്തെ തിരിച്ചു കൊണ്ടുപോകാൻ, അതാണ് RSSന്റെ ചിന്താ പദ്ധതി. അതിനെ അനുവദിക്കില്ല കേരളം. വൈക്കം സത്യാഗ്രഹം തൊട്ട് തുടങ്ങിയ ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ തുടങ്ങിയ കേരളത്തിന്റെ മുന്നേറ്റം മുമ്പിലേക്കേ പോകൂ. കാരണം മനുഷ്യന്റെ കാലുകൾ മുമ്പിലേക്ക് നടക്കാനുള്ളതാണ്. കാല് മുമ്പിലേക്ക് മടങ്ങോ? കാല് പിന്നാക്കല്ലേ മടങ്ങുള്ളൂ. പിന്നാക്കം കാല് മടങ്ങുന്നതിന്റെ കാരണം എന്താ? മുമ്പിലേക്ക് നീട്ടിവെക്കാനാണ്. മനുഷ്യന് മുമ്പിലേക്ക് മാത്രമേ സഞ്ചരിക്കാനാവൂ, പിന്നോട്ട് സഞ്ചരിക്കാനാവില്ല. ആ മനുഷ്യരുടെ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. മുമ്പിലേക്ക് നാം കേരളത്തെ മുമ്പിലേക്ക് നയിക്കും. ഈ നവംബർ മാസം 1-ാം തീയതി കേരളമുണ്ടായി 69 വയസ്സ് തികയുകയാണ്. ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി ശിരസ്സുയർത്തി അന്ന് കേരളം പ്രഖ്യാപിക്കും. ഇന്ത്യ രാജ്യത്തിലെ 28 സംസ്ഥാനങ്ങളിൽ അതിദാരിദ്ര്യമുക്തമായ ഒന്നാമത്തെ നാടായി കേരളം മാറിയിരിക്കുന്നു. അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി കേരളം മാറുകയാണ്. എല്ലാവർക്കും വീടുണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഭൂമി കൊടുത്തതിന് ശേഷം ആ ഒരു തുണ്ട് ഭൂമി എല്ലാവർക്കും ഒരു ചെറിയ വീട്. അതിനാണ് നമ്മൾ ലൈഫ് മിഷൻ 4,49,000 വീടുകൾ ഉണ്ടാക്കി കൊടുത്തു LDF ഗവൺമെന്റ്. ഞാൻ ചോദിക്കുന്നത്, ലോകത്തെ ഇന്ത്യയിലൊക്കെ വിട്, നിങ്ങള് മറ്റ് UP ഒക്കെ വിട്ടള. ലോകത്തെ ഏത് രാജ്യത്ത് 9 കൊല്ലം കൊണ്ട് ഒരു സർക്കാർ വീടില്ലാത്തവർക്ക് 4,49,000 വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ലോകത്ത്? ഇതാണ് കേരളം. ഇനിയുണ്ട് കഷ്ടി 1.5 ലക്ഷം ആളുകൾക്ക് കൂടി വീടുണ്ടാക്കി കൊടുക്കാൻ. അതുകൂടി കൊടുക്കും.
ഇങ്ങനെ എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ആത്മാഭിമാനം, എല്ലാവർക്കും അന്തസ്സ്, അങ്ങനത്തെ ഒരു നാടാക്കി കേരളത്തെ മാറ്റുക. ഈ ഭൂമുഖത്ത് മനുഷ്യന് ലഭ്യമാവുന്ന എല്ലാ ജീവിത സൗകര്യങ്ങളുമുള്ള നാടാക്കി കേരളത്തെ മാറ്റുക. ആ ലക്ഷ്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത്. ഇവർക്ക് സഹിക്കുന്നില്ല ആണ് LDF പോണത്. LDFിൽ തർക്കം, അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. LDFിലൊന്നും ഒരു തർക്കം ഉണ്ടാവുന്നില്ല. ഒരു തർക്കം LDFിൽ ഇപ്പോഴും ഇല്ല, ഇനിയും ഉണ്ടാവില്ല. ഒരു മനസ്സായി, ഒരു ശരീരമായി, ഒറ്റക്കെട്ടായി LDF പോകും. നിങ്ങൾ തോൽപ്പിക്കും. കേരളത്തിൽ LDFിന്റെ ഗവൺമെന്റ് വീണ്ടും വരും. കേരളം മുമ്പിലേക്ക് തന്നെ പോകും. അങ്ങനെ കേരളത്തെ നയിക്കാൻ LDF നേതൃത്വത്തിൽ കേരളം മുമ്പിലേക്ക് പോകുമ്പോൾ ആ കേരളത്തെ അട്ടിമറിക്കാനാണ് ഇവർ SIR ഇങ്ങനെയുള്ള പിൻവാതിൽ പരിപാടികളായിട്ട് വരുന്നത്. ഇതിനെ ചെറുത്ത് നമുക്ക് മുമ്പിലേക്ക് പോകാൻ സാധിക്കണം. അതിന് നിങ്ങൾ മുമ്പിലേക്ക് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. മുസ്ലിം ലീഗ് ഉണ്ട് ഇവിടെ, ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, SDPI ഉണ്ട്, RSS ആണ് മുഖ്യ ശത്രു, സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതിയാണ് ഏറ്റവും വലിയ ശത്രു. ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയം, മനുസ്മൃതി. അതിനെതിരെ പൊരുതുമ്പോ ഇവരെന്താ ചെയ്യണത്? ഞാൻ ഈ നാട്ടിലെ ഈ മതന്യൂനപക്ഷത്തിൽപ്പെടുന്ന സാധാരണ മനുഷ്യരുണ്ടല്ലോ, അവരോട് ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു മുസൽമാന്റെ ഒരു വിശ്വാസത്തിനൊരു പോറലേൽക്കുന്നുണ്ടോ കേരളത്തിൽ? ഇന്ത്യ രാജ്യത്ത് മുസൽമാന്റെ വിശ്വാസത്തിന് പോറലേൽക്കാതെ സംരക്ഷണം നൽകുന്ന ഏക സംസ്ഥാനമല്ലേ കേരളം? എന്നിട്ടും നിങ്ങൾ എന്തിനാണ് പിണറായി സർക്കാരിന്റെ ശത്രുവായിട്ട് കാണുന്നത്? ഏത് മുസ്ലിം വിശ്വാസമാണ് കേരളത്തിൽ വെല്ലുവിളിക്കപ്പെടുന്നത്? എല്ലാവരുടെയും വിശ്വാസം തുല്യമായി ഇവിടെ അനുവർത്തിക്കപ്പെടുന്നില്ലേ? ഏതെങ്കിലും മുസൽമാന്റെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിന് ഒരു പോറലേൽക്കുന്നുണ്ടോ ഈ കേരളത്തിൽ? എന്നിട്ടും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും SDPIയും എന്തിനാണ് LDFിനെ ശത്രുവായിട്ട് കാണുന്നത്? നിങ്ങൾ ശത്രുവായിട്ട് കാണുന്നതും ഞങ്ങൾക്കൊരു ക്രെഡിറ്റാണ്. അങ്ങനെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ശത്രുവാണ് ഇടതുപക്ഷം, ഞങ്ങൾക്ക് അഭിമാനമാണ്. SDPIയുടെ ശത്രുവാണ് LDF, ഞങ്ങൾക്ക് അഭിമാനമാണ്. മുസ്ലിം ലീഗിന്റെ ശത്രുവാണ് LDF, ഞങ്ങൾക്ക് അഭിമാനമാണ്. കാരണം ഞങ്ങൾ ഈ നാട്ടിലെ എല്ലാവരുടെയും വിശ്വാസങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. ഒരാളുടെയും വിശ്വാസത്തിന് ഒരു പോറലും ഏൽപ്പിക്കാൻ ഈ നാട്ടിൽ സമ്മതിക്കില്ല. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി ഒറ്റക്കെട്ടായി, ഒരു ശരീരമായി, ഒരു ശബ്ദമായി, ഒരു മനസ്സായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. കേരളത്തെ മുമ്പിലേക്ക് നയിക്കും. വലതുപക്ഷത്തെ തകർത്തെറിയും എന്ന് നിശ്ചയദാർഢ്യമെടുക്കണം. അതിന് LDFിന് കേരളത്തെ തകർക്കാൻ ഈ SIR പരിപാടിയുമായി ഇലക്ഷൻ കമ്മീഷൻ വന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ നീക്കത്തെ ചുരുട്ടി തോട്ടിലെറിയാൻ, കായലിലെറിയാൻ കരുത്തുള്ള പ്രസ്ഥാനമുണ്ട് കേരളത്തിൽ എന്നുള്ളത് അവരെ ഓർമ്മിപ്പിക്കാനാണ് ഇന്ന് ഈ സായാഹ്ന സദസ്സ് നമ്മൾ സംഘടിപ്പിച്ചത്. ഇതിനെത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം.